ലോക സാഹിത്യത്തിന്, പ്രത്യേകിച്ച് മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തവർ വേർപിരിയുമ്പോൾ നമുക്ക് അഗാധമായ നഷ്ടബോധം അനുഭവപ്പെടുന്നു. അദ്ദേഹം നല്ല സുഹൃത്തായിരുന്നു എന്ന് പറഞ്ഞുകൂടാ. വളരെ ചുരുക്കം സുഹൃത്തുക്കൾ മാത്രമുള്ള, പലപ്പോഴും മൗനിയായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എങ്കിൽ തന്നെയും താൻ ഏത് മേഖലയിലാണോ വ്യാപരിക്കുന്നത് ആ മേഖലയോട് 100% കൂറ് പുലർത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. കഥകൾ എഴുതുമ്പോൾ, നോവൽ എഴുതുമ്പോൾ, തിരക്കഥ എഴുതുമ്പോൾ അദ്ദേഹം പരമാവധി അതിൽ ശ്രദ്ധ ചെലുത്താറുണ്ട്. കുറച്ചു കാലത്തിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ അദ്ദേഹത്തെ ടോർച്ചറിനെ പറ്റി ഒരു പ്രസ്താവന ഇറക്കാൻ ആവശ്യപ്പെട്ടു. ഹ്യൂമൻ ടോർച്ചർ പലപ്പോഴും ലോക്കപ്പുകളിലും അവിടെയും ഇവിടെയും ഒക്കെ മനുഷ്യർ കൊണ്ടുപോയി തല്ലുകയും ചവിട്ടുകയും എല്ലൊടിക്കുകയും ഒക്കെ ചെയ്യും. അതിനെപ്പറ്റിയും അദ്ദേഹം ഏലിയാസ് കാനിറ്റി എന്നൊരു ഓസ്ട്രേലിയൻ എഴുത്തുകാരനെ ഉപജീവിച്ചുകൊണ്ട് നല്ലൊരു ലേഖനം അന്ന് എഴുതി പ്രകാശിപ്പിക്കുകയുണ്ടായി. എഡിറ്റർ എന്ന രീതിയിലും സമകാലിക വിഷയങ്ങൾ അദ്ദേഹം പലപ്പോഴും കയ്യിലിരുന്നു. ഞങ്ങൾ തമ്മിലുള്ളൊരു അഭിപ്രായ വ്യത്യാസം, ഗവൺമെൻറ് സാഹിത്യ പരിപോഷണത്തിന് ഒരിക്കലും അനുകൂലമല്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. സാഹിത്യ അക്കാദമിയിൽ അംഗങ്ങളാകുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഭാഗം നഷ്ടമാവുകയാണ് എന്ന വീക്ഷണം എനിക്കുണ്ടായിരുന്നു. അത് അദ്ദേഹം ഒരു സിമ്പോസിയമായി നടത്തി മാതൃഭൂമിയിൽ തന്നെ പബ്ലിഷ് ചെയ്തു വാരികയിൽ. അന്ന് എൻ്റെ ലേഖനത്തിന് അദ്ദേഹം തലക്കെട്ട് കൊടുത്തത് കൊട്ടാര ഷഡന്മാർ എന്നാണ്. അത് സർക്കാരിൻ്റെ അക്കാദമികളിൽ അംഗങ്ങളാകുന്നവർ, അതിൻ്റെ അവാർഡ് മോഹിച്ച് കിടക്കുന്നവർ, അവരെ കൊട്ടാര ഷഡന്മാർ എന്ന പേരാണ് അദ്ദേഹം കൊടുത്തത്. അദ്ദേഹം അടുത്ത പ്രാവശ്യം തന്നെ വീണ്ടും അതിൻ്റെ സെക്രട്ടറി ആയി എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ പിന്നീട് MLA ആയപ്പോൾ അക്കാദമി പ്രസിഡൻ്റ് ആകേണ്ടതായിട്ട് വന്നു. കൊട്ടാര ഷണ്ടന്മാരുടെ ഏറ്റവും വലിയ ഷണ്ടനാകേണ്ടത് ആവശ്യം വന്നപ്പോൾ അദ്ദേഹം അന്ന് എന്നെ ടെലിഫോണിൽ വിളിച്ച് ചോദിച്ചു, ഇപ്പോഴെന്തായി, നിങ്ങൾ കൊട്ടാര ഷണ്ടന്മാരെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഷണ്ടന്മാരുടെ നേതാവായില്ലേ? ശരി, നേതാവായി. ലേഖകനാകട്ടെ പറയാമെന്ന് ചോദിച്ചു. പറയാമെന്ന് പറഞ്ഞു. ലേഖകന്മാർ വന്നു. ഞാൻ പറഞ്ഞു ശരിയാണ്, ഞാനതിൽ ഇന്നും വിശ്വസിക്കുന്നു. കൊട്ടാര ഷണ്ടന്മാരുടെ പദവിയാണ് സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ ഗവൺമെൻറ് എഴുത്തുകാർ പോകുന്നത്. കാരണം ഈ എഴുത്തെന്ന് പറഞ്ഞ അടിസ്ഥാനപരമായി ഒരു അരാജക ഭാഷയിൽ ഉണ്ടാകുന്നതാണ്. എഴുത്തുകാരൻ്റെ പോലും നിശ്ചയമില്ല അവൻ എന്താ എഴുതുന്നത്. അവൻ വിചാരിക്കുന്ന രൂപത്തിൽ ഇത് പോകണമെന്നില്ല. അപ്പം അങ്ങനെ എഴുതി വരുമ്പോൾ വരുന്ന കൃതികൾ ഗവൺമെൻറ് നിയന്ത്രിക്കണം, ആജ്ഞയാ കോലോപസ്യ എന്ന് പറഞ്ഞതുപോലെയൊന്നും വരാൻ പാടില്ല എന്നുള്ള അഭിപ്രായം അന്നും ഞാൻ ഉറച്ചു നിൽക്കുന്നു. അവരോട് അധികം പേർ ചോദിച്ചിട്ടുണ്ട്. വിജയൻ എന്നോട് ചോദിച്ചിരുന്നു. അവർ വിജയൻ ഏതായാലും എൻ വി കൃഷ്ണവാര്യർ അല്ലല്ല MT വാസുദേവൻ നായർ തൻ്റെ കലാശില്പം കമ്മിറ്റ്മെൻ്റ് എന്നൊരു വരോട് അദ്ദേഹത്തോട് കമ്മിറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു. കമ്മിറ്റ്മെൻറ്റ് ജീവിതത്തോടല്ല, കലയോടാണ്. അദ്ദേഹം ഓരോന്നിനും വളരെ സൂക്ഷിച്ചാണ് ഓരോ ശൈലിയും എഴുതിക്കൊണ്ട് വരുന്നത്. അതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണം മഞ്ഞ എന്ന ചെറിയ കഥ കാത്തിരിപ്പിൻ്റെ കഥയാണ്. കാത്തിരിപ്പിൻ്റെ കഥ ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട്. പല സ്ഥലങ്ങളിലും പലതരത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പ്രസിദ്ധമായ ഒന്നാണ് വെയിറ്റിംഗ് ഫോർ ഗോദോ. രണ്ട് തണ്ടികൾ ഗോദോ എന്ന് പറയുന്ന ഒരു കാൽപ്പര്യ കഥാപാത്രത്തെ കാത്തിരിക്കുന്നതാണ് വെയിറ്റിംഗ് ഫോർ ഗോദോ, സാമുവൽ ബക്കിൻ്റെ. അതിൽ ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നതിൻ്റെ ദുസ്സഹമായ അവസ്ഥ അത് നമുക്ക് ഉളവാക്കുന്ന ശൂന്യതാബോധം ഭംഗിയായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതേ കാത്തിരിപ്പ് ഇതിനേക്കാൾ തീവ്രമായി ആവിഷ്കരിച്ചിരിക്കുന്നതാണ് MT വാസുദേവൻ നായരുടെ ഈ മഞ്ഞ. അതിൽ പോഷകമായിട്ട് രണ്ടെണ്ണം കൂടെ കൊടുക്കുന്നുണ്ട്. ഒന്ന്, അവിടെ വിമല കാത്തിരിക്കുന്നു കാമുകനെ. പിതാവ് ആരെന്നറിയാത്ത സായിപ്പാണ് പിതാവ്, അമ്മ നാട്ടുകാരിയാണ്. അവളുടെ പിതാവിൻ്റെ പടം മാത്രം അത് കഴുത്തിലിട്ടിട്ട് അവൻ കാത്തിരിക്കുന്നു. എനിക്കത് അവൻ്റെ അച്ഛനെ ഒരിക്കലൊന്ന് കണ്ടാൽ മതി, വർത്തമാനം പറയട്ടെ, ഒന്ന് കാണണം എന്ന് മാത്രം. മറ്റൊരു കാത്തിരിപ്പുള്ളത് സർദാർ സാഹിബിൻ്റെതാണ്. അയാൾ മരണം കാത്തിരിക്കുന്നു. മരണം രംഗബോധമില്ലാത്ത കോമാളി എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ആ എല്ലാ ഭാഗങ്ങളും ചേർത്തുകൊണ്ട്
ആ പ്രത്യേക ഭൂപശ്ചാത്തലത്തിൽ ഇത്രയും മനോഹരമായൊരു കഥ എഴുതി തീർക്കാൻ അധികം പേർക്ക് സാധിക്കില്ല. മലയാളത്തിൽ അതുല്യമായ കഥ തന്നെയാണത്. അങ്ങനെ തൻ്റെ ഏകാന്ത വീഥിയിലൂടെ ആദ്യത്തെ കഥ മുതൽ, ആദ്യത്തെ കഥ സർക്കാർ ജോലി ചെയ്യുന്ന അല്ല, സർക്കസിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടാണ്. അത് ആദ്യം ഇദ്ദേഹം തോറ്റുപോവുകയാണ് ചെയ്തത്. ഒന്നാമതായി ജയിച്ചത് കെ ടി മുഹമ്മദാണ്. ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂണൊരു ലോക മത്സരം നടത്തി. 1 കെ ടി മുഹമ്മദിനും 2 എം ടി വാസുദേവനും ജയിച്ചു. പക്ഷേ കെ ടി മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഫീൽഡ് എന്ന് പറയുന്ന നാടകമാണ്, അങ്ങോട്ട് പോവുകയും എം ടി തൻ്റെ മേഖലയായ കഥയിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ എഴുതി വരുന്ന ഓരോ കഥയും അദ്ദേഹം നല്ലതുപോലെ മിനുസപ്പെടുത്തി ചിന്തയിലിട്ട് അത് പെർഫെക്റ്റ് ആക്കാതെ അദ്ദേഹം പുറത്തു വിടുകയില്ല എന്നുള്ളത്. അതിൽ തന്നെയും ഈ സാഹിത്യം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പണിപുടൻ്റെ സാഹിത്യം എന്നൊക്കെ പറയും. സാഹിത്യത്തിൽ ചിരന്തരമായ ചില വിഷയങ്ങളുണ്ട്. അതിലൊന്ന് മരണമാണ്. മരണം എല്ലാ കാലത്തും സാഹിത്യത്തിൽ നിലനിൽക്കുന്നൊരു വിഷയമാണ്. നമ്മളെല്ലാ കാലത്തും അലട്ടുന്നതും നമ്മളെല്ലാ കാലത്തും ചിന്തിപ്പിക്കുന്നതുമായ ഒരു വിഷയമാണ്, പിടികിട്ടാത്ത വിഷയമാണ്. അതുപോലെ തന്നെ ഒന്നാണ് സ്നേഹം. അരിഗരി ഓഫ് ലവ് എന്നൊരു പുസ്തകമുണ്ട് ഇംഗ്ലീഷിൽ. അത് ഈ സ്നേഹം ഏതേതെല്ലാം രീതിയിൽ വിശ്വസാഹിത്യത്തിൽ പ്രതിപാദിതമായിരിക്കുന്നു എന്നെ പറ്റിയ പുസ്തകമാണ്. അങ്ങനെ ഇത്തരം ചിരന്തരമായ മൂല്യങ്ങൾ അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ എല്ലാ കഥകളും ആവിഷ്കരിച്ചുകൊണ്ട് പോകുന്നത്. അത് പുരാണമായാലും സമകാലിക ജീവിതമായാലും എല്ലാത്തിലും. കാരണം പ്രത്യേകിച്ച് പാപം അദ്ദേഹത്തെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. മനുഷ്യൻ എന്തുകൊണ്ട് പാപം ചെയ്യുന്നു? അത് വലിയ ചിന്താവിഷയമല്ല. കാരണം നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തതാണ്. യഹോവ കായനോട് ചോദിച്ചു, നീ നിൻ്റെ സഹോദരനെ വെട്ടിക്കൊന്നു, എനിക്ക് എന്താ കാര്യം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എന്താണ് കായൻ പറഞ്ഞത് ഞാൻ എൻ്റെ സഹോദരൻ്റെ സൂക്ഷിപ്പുകാരനാണോ എന്ന്. മൈ ബ്രദേഴ്സ് കീപ്പർ. അവൻ ഇറ്റേണൽ ഫ്യൂജിറ്റീവ് ആൻഡ് വാഗബൗണ്ടാണ് അർത്ഥതാണ്. അവൻ ഇപ്പോഴും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ദുഷ്ടത മരിക്കുന്നില്ല. ദുഷ്ടത നിരന്തരമായി നിലനിന്ന് പോയിരുന്നു. നമ്മുടെ പുരാണത്തിൽ അശ്വത്ഥാമാവ് എന്താ ചെയ്യുന്നത്? ധർമ്മയുദ്ധം. അവസാനം സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉറങ്ങുന്ന ആ പാളയത്തിന് മുഴുവൻ തീയിട്ട് കരിച്ച് പിഞ്ചു കുഞ്ഞുങ്ങൾ വെന്ത് മരിക്കുക തീയിൽ. ആ ക്രൂരത കണ്ട് സന്തോഷിച്ച അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണ്. അപ്പോൾ തിന്മ എന്ന് പറയുന്നത് ദുഷ്ടത മനുഷ്യ സ്വഭാവത്തിൻ്റെ കാതലായ ഭാഗത്തന്നെ ഇരിക്കുകയും അതിനെതിരായി ദൈവികമായ ശക്തികൾ സകലീകരിക്കുന്നതൊരു ഒരു മഹത്തായ ഒരു ധർമ്മയുദ്ധമാണ് വാസ്തവത്തിൽ ജീവിതം. അതിൻ്റെ ഒരു അംശം വളരെ ചുരുക്കം വരെ എം.ടി. സാനുമാഷാണ് ഇപ്പോൾ എം.ടി. വാസുദേവൻ നായരെ കുറിച്ച് ഓർത്തെടുത്തത്.